ഹായ് ഓൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിലേക്കാണ് നമ്മൾ പോണത്. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഓക്കെ, ദെൻ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിന്റെ അക്കൗണ്ടിങ്ങിന്റെ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. എന്താ ഡബിൾ എൻട്രി? ഡബിൾ മീൻസ് എന്താ? രണ്ട്. അപ്പോ ഏതൊരു ട്രാൻസാക്ഷൻ, അപ്പൊ എന്തായിരുന്നു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസ്, പൈസ ഇടപാടുകൾ അല്ലെ. അപ്പൊ ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. എന്താണ്? ഒന്ന് ഡെബിറ്റ് എന്ന് പറയും, ഒന്ന് ക്രെഡിറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോഴും പുതിയ പുതിയ ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. അതിലിപ്പോ പുതിയൊരു ടേം പഠിച്ചില്ലേ? ഡെബിറ്റും ക്രെഡിറ്റും. അപ്പൊ ബിസിനസ്സിലെ എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു എഫക്ട് അല്ലെ. ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്. ഒന്ന് ഏതൊക്കെയാ? ഒന്ന് ഡെബിറ്റും പിന്നെ ഒന്ന് ക്രെഡിറ്റുമാണ്. അപ്പൊ ഡുവൽ ആസ്പെക്ട് എന്നാ വിളിക്കുക. ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകളുള്ള, രണ്ട് ഫോൾഡ് ഉള്ളത്, രണ്ട് ഫോൾഡ്. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. നമുക്ക് രണ്ട് കൈകൾ ഉള്ളത് പോലെ തന്നെ രണ്ട് ആസ്പെക്ട്സ് ആണ് ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ whenever takes one transaction, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എപ്പോഴും മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം രണ്ട് എഫക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് ഡെബിറ്റും ആകും, ഒന്ന് ക്രെഡിറ്റും. മിനിമം കേട്ടോ പറയണേ. മിനിമം ഒരു ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. ദെൻ ആ ഡെബിറ്റും ക്രെഡിറ്റും ഡുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിലേക്ക് പോകുമ്പോൾ അത് തെളിയിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിലൂടെയാണ്. അപ്പൊ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റലിനോട് ഈക്വൽ ആയിരിക്കണം. ഈ ഈക്വൽ ടുന്റെ ഇത് രണ്ട് പാർട്ടായിട്ട് തിരിക്കണം. അസറ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്, ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. എന്താണ് ഈ ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എടുത്ത് പറയാൻ കാരണം? ബിസിനസിന്റെ ലൈബിലിറ്റി ആണ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ, പക്ഷെ ലൈബിലിറ്റിന്റെ അണ്ടറിൽ ഒരു ഹെഡ് മാത്രമാണ് ക്യാപിറ്റൽ. ബാക്കി ഈ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ലൈബിലിറ്റി ആയിരിക്കും? ഔട്ട്സൈഡ് ലൈബിലിറ്റി ആയിരിക്കും. ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ലൈബിലിറ്റി ആണ്. അത് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഓണറെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിസിനസിന്റെ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ആണ് ഇത്. അപ്പൊ നോക്കിയേ, ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്കും ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്കും ഈക്വൽ ആയിരിക്കണം. നമുക്ക് ഈ അസറ്റ് ആയിട്ട് 10,000 ഉണ്ടെങ്കിൽ അതിനോട് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഉണ്ടാവണം. അപ്പൊ രണ്ട് സൈഡും ഈക്വൽ ആയി കൊണ്ടുപോകണം. അതാണ് ഡബിൾ എൻട്രി, ഡുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു ഗുഡ്സ് വാങ്ങി, ഗുഡ്സ് നമ്മൾ കടത്തിന് വാങ്ങി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ 10,000 രൂപേൻ്റെ ഒരു ഗുഡ്സ് വാങ്ങി. ഈ ഗുഡ്സ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്. അപ്പൊ രണ്ട് ആസ്പെക്ട്സ് എന്തൊക്കെയാ? നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എത്തി, പർച്ചേസ് നടത്തി. അപ്പൊ പർച്ചേസ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് വന്നു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ നോക്കിയാൽ രണ്ട് ആസ്പെക്ട് ഉണ്ട് ഈക്വൽ ആയിട്ട്. 10,000 രൂപേന്റെ പർച്ചേസ് നടത്തിയപ്പോൾ 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോയി. അപ്പൊ ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്. അതേപോലെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ആ ഡുവൽ എൻട്രീനെ തെളിയിക്കാനായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് വന്ന ഇക്വേഷൻ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഏത് ഊണിലും ഉറക്കത്തിനും ചോദിച്ചാലും പറയണം കേട്ടോ. അപ്പോ അതിൽ നോക്കുമ്പോ നോക്കി എക്സാമ്പിൾസിലൂടെ നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ക്യാഷ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തത്. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമുക്ക് നോക്കിയേ, ബിസിനസ് ഒരു ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ബിസിനസ്സിലേക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, ക്യാഷ് ആണ് ഇവിടെ ഒരു ആസ്പെക്ട്. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. പക്ഷെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനു നമ്മൾ എന്തും കൂടെ വിളിക്കും? ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ 10 ലക്ഷം രൂപ നമ്മുടെ ക്യാഷ് ആയിട്ട് വന്നു. 10 ലക്ഷം അതിനോട് ഇക്വലന്റ് ആയിട്ട് ഇവിടെ നോക്കിയേ ക്യാപിറ്റലും കൂടി. അപ്പൊ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നപ്പോൾ അതിനോട് ഇക്വലന്റ് ആയിട്ട് എന്തും കൂടി ബിസിനസ്സിലേക്ക് വന്നു? ക്യാപിറ്റൽ എന്ന രൂപേണ ബിസിനസിന്റെ ലൈബിലിറ്റിയും കൂടി.
ഓക്കെ. ദെൻ ബോറോഡ് 5 lakh, 5 ലക്ഷം രൂപ ബോറോ, കടം വാങ്ങി. അപ്പൊ ബോറോ കടം മേടിക്കുന്ന സമയത്ത് നമുക്ക് 5 ലക്ഷം രൂപ ക്യാഷ് കിട്ടുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, 5 ലക്ഷം രൂപന്റെ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. അതോടൊപ്പം നമുക്ക് എന്തും കൂടി വന്നു, ലൈബിലിറ്റി. നമ്മൾ കടം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷും കിട്ടി, പക്ഷെ മറ്റൊരു ഭാഗം വെച്ച് നോക്കുമ്പോൾ ആ 5 ലക്ഷത്തിന് നമ്മൾ ബിസിനസ് എന്ത് ചെയ്തിരിക്കുക, കടപ്പെട്ടിരിക്കുക, ബാധ്യതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ 5 ലക്ഷം രൂപ എന്താണ്, ലൈബിലിറ്റി. ഇവിടെ നോക്കിയേ, ഈക്വൽ ടു അപ്പുറം ഇപ്പുറം ഈക്വൽ അല്ലേ. ഇവിടെയും ഒരു 10 ലക്ഷം വന്നു, ഇവിടെയും ഒരു 10 ലക്ഷം വന്നു, ഇവിടെ ഒരു 5 ലക്ഷം വന്നു, ഈസ് ഈക്വൽ ടു 5 ലക്ഷം. അപ്പൊ ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡിലും ഈക്വൽ ആക്കി മാറണം. Then third one, withdraw cash from business 2 lakh. ബിസിനസ്സിൽ നിന്നും 2 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. അപ്പൊ ബിസിനസ്സിൽ നിന്നും 2 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഒരു പേഴ്സണൽ യൂസിനും കൂടെ ഉണ്ട് കേട്ടോ. വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ നമ്മൾ പറഞ്ഞു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും ഓണർ ഫണ്ട് വലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, ഡ്രോയിങ്സ്. ദെൻ ആ ഡ്രോയിങ്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ലൈബിലിറ്റിയും കൂടെയാണ്. അപ്പോൾ ഓൺ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ അത് എവിടെ നിന്ന് കുറയണം, നമ്മൾ പറഞ്ഞത് ക്യാപിറ്റലിൽ നിന്നും കുറയണം. അപ്പൊ ഇവിടെ നോക്കിയേ, 2 ലക്ഷം രൂപ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 2 lakh എവിടെ നിന്ന് കുറയും, ക്യാപിറ്റലിൽ നിന്ന് കുറയും. ഓക്കെ. ഇനി ഈക്വൽ ടു, ഇവിടെ അല്ലേ ഈക്വൽ ടു വരുന്നത്. ഓക്കെ. ഇനി ബിസിനസ്സിൽ നിന്നും പൈസ പിൻവലിക്കുമ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി. അപ്പൊ രണ്ട് ആസ്പെക്ട് എന്തൊക്കെയാ, ഒന്ന് ഡ്രോയിങ്സ്, അത് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞു. രണ്ടാമത്തത് ഏതാ, ക്യാഷ് ആണ് കൊണ്ടുപോയത്, അപ്പൊ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് കുറഞ്ഞു. അപ്പൊ നോക്കിയാൽ -2 lakh ഈക്വൽ ടു -2 lakh, രണ്ട് സൈഡും ഈക്വൽ ആയില്ലേ. ദെൻ ലോൺ റീപെയ്ഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 1 lakh. 1 ലക്ഷം രൂപന്റെ ലോൺ നമ്മൾ തിരിച്ചടച്ചു. ഓക്കെ. അപ്പൊ തിരിച്ചടയ്ക്കണ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും, ക്യാഷ് പോകും. അപ്പൊ ഈ അസറ്റ് ആണ് നമ്മുടെ ക്യാഷ്. നമ്മുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ പോയി. ഓക്കെ, 1 ലക്ഷം രൂപ പോയി. അപ്പൊ അസറ്റിൽ നിന്ന് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു. ഇനി തിരിച്ചടയ്ക്കണ സമയത്ത് ലോൺ നമുക്ക് എന്തായിരുന്നു, ലൈബിലിറ്റി ആയിരുന്നു, ലൈബിലിറ്റി. അപ്പൊ തിരിച്ചടയ്ക്കുമ്പോൾ അത്രയും ലൈബിലിറ്റി നമുക്ക് എന്താവും, കുറയും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലൈബിലിറ്റി കുറയില്ലേ. അപ്പൊ ഇവിടെ -1 lakh ഇവിടെ വരണം ലൈബിലിറ്റിയിൽ. അപ്പൊ ലൈബിലിറ്റി 1 ലക്ഷം കുറഞ്ഞു, അസറ്റും 1 ലക്ഷം കുറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ രണ്ട് ആസ്പെക്റ്റുകൾ? ദെൻ ഫിഫ്ത്ത് വൺ, ബ്രോട്ട് ഫർണിച്ചർ വർത്ത് ₹3 lakh വിത്ത് ക്യാഷ്. ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഫർണിച്ചർ മേടിച്ചു. ഫർണിച്ചർ ഇവിടെ നമുക്ക് ബിസിനസ്സിലേക്ക് വരിക ചെയ്തത് അല്ലെ. ബിസിനസ്സിൽ നിന്ന് ഫർണിച്ചർ വന്നു. ബിസിനസ്സിൽ നിന്ന് ഫർണിച്ചർ വരുമ്പോൾ അസറ്റ് കൂടി 3 ലക്ഷം രൂപയ്ക്ക്. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ മേടിക്കുമ്പോൾ ക്യാഷും നമുക്ക് അസറ്റ് അല്ലേ, നമ്മുടെ സമ്പത്തും നമുക്ക് അസറ്റ് അല്ലേ. അങ്ങനെയാകുമ്പം ക്യാഷ് കൊടുക്കുമ്പോൾ ആ ക്യാഷ് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോവാണ്, 3 ലക്ഷം രൂപേന്റെ അറ്റ് എ ടൈം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷും പോകുവാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് നിൽ എഫക്റ്റ് വന്നില്ലേ. 3 lakh കൂടി 3 lakh കുറഞ്ഞു. ഇവിടെ 0 എഫക്റ്റ് ആയി, ഇവിടെയും 0 എഫക്റ്റ് ആയി. മനസ്സിലായോ? അപ്പൊ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം, ഈക്വലന്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഒന്നും കൂടി നമുക്ക് പറയാം, ബിസിനസ് 10 ലക്ഷം രൂപ മുടക്കി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തു, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ എമൗണ്ട് നമ്മൾ എന്തെന്ന് വിളിക്കും, ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ കൂടി 10 ലക്ഷം. എന്താ ബിസിനസ്സിലേക്ക് വന്നത്, ക്യാഷ് ആണ് വന്നത്. അപ്പൊ ക്യാഷ് നമുക്ക് അസറ്റ് ആണ്, സമ്പത്ത് നമുക്ക് അസറ്റ് ആണ്, അസറ്റും കൂടി. അത്രയും മനസ്സിലായല്ലോ, അസറ്റും കൂടി. ഇനി 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കടം മേടിക്കുന്ന സമയത്ത്, കടം മേടിക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് വരും അല്ലെ. നമ്മൾ ബാങ്ക് ലോൺ എടുത്ത കാര്യം പറഞ്ഞില്ലേ, ബാങ്ക് ലോൺ എടുത്താലും നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ വരും, അസറ്റ് കൂടും, ക്യാഷ് കൂടും, 5 ലക്ഷം. അതോടൊപ്പം മറ്റൊരു സൈഡിൽ നമുക്ക് ബാധ്യതയും വരും, ലൈബിലിറ്റിയും വരും, 5 ലക്ഷം. ഈക്വൽ ടു അപ്പുറം ഇപ്പുറം സെയിം ആയി. വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് 2 lakh ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുമെങ്കിൽ നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ നിന്ന് പൈസ പോകുക ചെയ്യുന്നത് അല്ലെ. പേഴ്സണൽ യൂസിന് വേണ്ടി ഫണ്ട് വലിച്ചാലും ബിസിനസ്സിൽ നിന്ന് എന്ത് പോകും, ക്യാഷ് പോകും. അപ്പൊ അസറ്റ് കുറയും 2 ലക്ഷം. ഇനി അതോടൊപ്പം ഡ്രോയിങ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എവിടെ നിന്ന് കുറയണം, ക്യാപിറ്റൽ. ഓണറിന്റെ അധികാരം എവിടെ, ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൽ നിന്നും 2 lakh കുറയണം. ഈക്വൽ ടു അപ്പുറവും ഇപ്പുറവും സെയിം ആയി. ദ ലോൺ റീപേ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 1 lakh റുപ്പീസിന് നമ്മൾ ലോൺ റീപേ ചെയ്തു. അപ്പൊ നേരത്തെ നമുക്കൊരു ലൈബിലിറ്റി ഉണ്ടായിരുന്നു, ആ ലൈബിലിറ്റി കുറയും നമ്മൾ റീപേ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ 1 lakh നമുക്ക് ലൈബിലിറ്റി കുറഞ്ഞു.
അപ്പൊ റീപേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പൊ ക്യാഷ് ടോട്ടൽ അസറ്റിൽ നിന്നും ക്യാഷ് 1 lakh കുറഞ്ഞു. നോക്കിയേ. ഓക്കെ. ബ്രോഡ് ഫർണിച്ചർ 3 ലക്ഷം രൂപന്റെ ഫർണിച്ചർ നമ്മൾ വാങ്ങി, പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി. അപ്പൊ ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് ബിസിനസ്സിലേക്ക് കൂടി 3 ലക്ഷം രൂപ കൂടി. പക്ഷെ അതോടൊപ്പം അതേ സെയിം ടൈം നമ്മുടെ എന്ത് അസറ്റ് കുറഞ്ഞു? ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു 3 ലക്ഷം. അപ്പൊ ഈക്വലിന് അപ്പുറം ഇപ്പുറം 0 നിൽ എഫക്റ്റ് ആയി. അപ്പൊ നോക്കിയേ, ടോട്ടൽ ഇവിടെ 12 ലക്ഷം കിട്ടി. ടോട്ടൽ അസറ്റ് നമുക്ക് 12 ലക്ഷം ഉണ്ട്. അതോട് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഇതാ ലൈബിലിറ്റി 4 ലക്ഷം ഉണ്ട്, പ്ലസ് ക്യാപിറ്റൽ എത്രയുണ്ട്? 8 lakh ഉണ്ട്. ഓക്കെ, രണ്ട് സൈഡും ഈക്വൽ ആയി അല്ലേ? ഇവിടെ നമുക്ക് അസറ്റ് ആയിട്ട് 12 ലക്ഷം ഉണ്ട്, അതിനോട് ഇക്വലന്റ് ആയിട്ട് ലൈബിലിറ്റി 4 ലക്ഷം പ്ലസ് ക്യാപിറ്റൽ എത്രയുണ്ട്? 8 lakh. അപ്പൊ ഇവിടെയും 12 ലക്ഷമായി, ഇവിടെയും 12. അപ്പൊ ടോട്ടൽ അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇനി ഇതുപോലത്തെ തന്നെ സെയിം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്യാം. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഇക്വേഷനും മുന്നേ പഠിച്ച കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചിട്ട് ശേഷം നമുക്ക് അതിലേക്ക് എന്നിട്ട് നിങ്ങൾ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ആ സമയത്ത് അക്കൗണ്ടിങ് ഇക്വേഷന് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് അന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.